ആരെ കെട്ടിക്കാൻ ഈ കോടികൾ മുടക്കി ഇവിടെ ഉണ്ടാക്കിയിട്ടത്? തങ്ങാണ വള്ളം വേണമായിരുന്നു. അയ്യോ ഇത് തീർന്നറാ. ആ പൈപ്പ് പിടിച്ചിട്ടോ. എടോ തങ്ക, പച്ചക്കണ്ടി മൊണ്ണെ, കുടിക്കണ വെള്ളമല്ല, ഈ വള്ളം വേണോന്ന്. എടാ പരുത്തിക്കുരി പിച്ചക്കണ്ടീന്റെ മോനെ, തെളിച്ച് പറ എന്നാലേ മനസ്സിലാവൂ. ഏത് ഈ വള്ളം എടുക്കട്ടാ? ഇത് ഏത് മോഡല്? ഇത് 2015 ഡോക്ടർ യൂസ്ഡ് വള്ളം. 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ, ലിറ്ററിന് 20, മൈലേജ് കൺഫേം, കായില്ല കരിമ്പുലി. അതിന് ഇത് വള്ളമല്ലേ? അപ്പൊ നിനക്കറിയാല്ല, എന്നിട്ടാ നീ മോഡൽ ചോദിച്ചാ? ആരെ കെട്ടിക്കാൻ ഗവൺമെന്റ് കോടികൾ മുടക്കി ഈ വെള്ളങ്ങൾ ഇവിടെ പൂട്ടിയിട്ടേക്കുന്നത്? അല്ലേ ഇത് എന്റെ വള്ളമാണ്. ഫ്രെയിമിൽ നീ ഇല്ല, ചാട്. ആരെ കെട്ടിക്കാൻ കോടികൾ മുടക്കി ഇവിടെ ഗവൺമെന്റ് ഉണ്ടാക്കിയത്? വള്ളം കൊണ്ടുപോകുമ്പോ നാട്ടുകാർ നോക്കണം. നാട്ടുകാരെ നക്കണ? എടാ മത്തിത്തല മക്കണ്ണ, നാട്ടുകാരെല്ലാം കണ്ണും തള്ളി നോക്കണോന്ന്. ഓ അങ്ങനെ. കോളേജ് പഠിക്കാൻ നീ വള്ളം കൊണ്ടുപോയി എന്തിനു ചെയ്യാൻ? ഓരോരുത്തന്മാർ ഓണത്തിന് ഹെലികോപ്റ്ററിലും ആനയിലും മോഡിഫൈ ചെയ്ത വണ്ടിയിലുമാണ് കോളേജ് വന്ന് ഇറങ്ങുന്നത്. എനിക്ക് ഇപ്രാവശ്യം വെറൈറ്റി ആയിട്ട് വള്ളത്തിൽ പോയി ഇറങ്ങണം. വള്ളത്തിൽ പോയി ഇറങ്ങാൻ നിന്റെ കോളേജ് കായല നടക്കായിരിക്കുന്ന? അത് ശരിയാണല്ലോ അണ്ണാ, നമുക്ക് 4 അലോ വീലും കയറ്റി ഡിഫും കയറ്റി കോളേജ് കയറ്റി പൊട്ടിച്ചാല. ഡിഫേരിന്റെ അപ്പനെ കിണ്ടിക്കകത്തിട്ട് പൊട്ടിയിരി. ഇതേ ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയിട്ടേങ്ങനെയാണ്. നിന്റെ കോളേജ് കയറ്റി ഷോ ഓഫ് കാണിക്കാനല്ല, കാട്ടുമിറാണ്ടി പുണ്ടേ. ഒരു വള്ളമല്ലേ ചോദിച്ചോളൂ, ഇവിടെ എന്തൊക്കെ മോഡിഫൈ ചെയ്യണം? മോഡിഫൈ ചെയ്യാൻ പറഞ്ഞിട്ട് സിഎം തന്നെ ചിരിച്ചല്ലോ. പിന്നെന്താണ് പ്രശ്നം? നീ ഇനി വള്ളം ചോദിച്ചിട്ട് വാ, നിനക്ക് വള്ളമല്ല എന്റെ കഴ തരാം, കുത്തിപ്പോ. ആരെ കെട്ടിക്കാൻ ഈ കോടികൾ മുടക്കി ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടേക്കുന്നത്? അയ്യോ ബ്രോ, അത് ഗവൺമെന്റ് അല്ല, എന്റെ കെട്ടിക്കാൻ വേണ്ടി എന്റെ ഉമ്മ ഉണ്ടാക്കിയിട്ടേക്കണേണ്, അല്ലാതെ ഗവൺമെന്റ് ഉണ്ടാക്കിയല്ല. സോറി ബ്രോ, സോറി. നേരത്തെ പറഞ്ഞ കഴ മോഡിഫൈ ചെയ്ത് കോളേജിൽ കൊണ്ടുപോയി പൊട്ടിക്കാൻ പറ്റുമോ? ഓ പറ്റുമല്ല, എന്നാ കഴ.